إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والصبح إذا تنفس اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമ്മെ പൊതിഞ്ഞ് നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ പ്രവേശിക്കുന്ന സൗഭാഗ്യത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. അത് കഴിഞ്ഞു പോകുന്നത് ഒരിക്കലും തിരിച്ചു വരികയില്ല. കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിനരാത്രങ്ങളിലും അതിലെ പ്രഭാതത്തെ സംബന്ധിച്ച് പ്രത്യേകമായി ചില പ്രത്യേകതകളും ഉണർത്തലുകളും ഖുർആനിക വചനങ്ങളിലും പ്രവാചക വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 2-3 സ്ഥലങ്ങളിൽ അതിന്റെ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, അല്ലാഹു സത്യമിട്ട് പറയുന്നതിൽ ഒരുപാട് പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊരിടത്ത് പറഞ്ഞു വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം അത് വിശാലമായി തീരുന്ന അതിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. വിശാലമായി തീരുക, പ്രകാശപൂരിതമായി തീരുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അതിനെ ഇട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പ്രഭാതം ഒരു വലിയ അനുഗ്രഹമാണ്. ആ പ്രഭാതത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുമാണ്. നമുക്കറിയാം, ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയമാണ് പ്രഭാതം.
ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണം തന്നെയാണ്, പാതി മരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ ഉറക്കത്തിൽ നിന്നും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ റബ്ബിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. കണ്ടോ, അല്ലാഹു നിനക്കാണ് സ്തുതി. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഒരു മരണത്തിന് ശേഷം, ഞങ്ങളിലുണ്ടായ ഒരു മരണത്തിന് ശേഷം ഞങ്ങൾക്ക് പിന്നെയും ജീവിക്കാനുള്ള അവസരം തന്ന, അല്ലെങ്കിൽ ആ ജീവിതത്തിലേക്ക് പിന്നെയും ഞങ്ങളെ ഉണർത്തിയ അല്ലാഹു നിനക്കാണ് സ്തുതി. വഇലൈഹിൻ നുശൂർ, അവങ്കലേക്ക് തന്നെയാണ് ഇനിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള പരലോക ചിന്ത അടക്കമുള്ള റബ്ബിനെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗം, ഒരു ദിക്ർ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രഭാതം തുടങ്ങുന്നത് പോലും. അത് കണ്ണ് തുറന്നയുടൻ അർത്ഥമറിഞ്ഞ് അത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുമാത്രവുമല്ല, അള്ളാഹു നമുക്ക് നൽകിയ ഒരു ബോണസാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. നന്മ ചെയ്യാനും നന്മകളിലേക്ക് മുന്നേറാനും ഒക്കെ അള്ളാഹു ബോണസായി നൽകുന്ന, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരു ദിവസം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഉറക്കത്തിലെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏകദേശം ഒരു ദിവസം 25,000 മുതൽ 45,000 വരെ ആളുകൾ ഉറക്കത്തിൽ മരണപ്പെടുന്നതാണ്. 45,000 വരെ ആളുകൾ ഒരു ദിവസം മരണപ്പെടുന്നു എന്നാണ്. അത് ഒരു മാസമാകുമ്പോ 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഒരു മാസം ഉറക്കത്തിൽ മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നത്. അതൊരു വർഷമായി മാറുമ്പോഴോ 90 ലക്ഷം മുതൽ 1 കോടിയിലപ്പുറം, 1.5 കോടിയിലപ്പുറം ആളുകൾ ഉറക്കത്തിൽ മരണപ്പെടുന്നതാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹു നമുക്ക് ആ ജീവൻ തിരിച്ചു നൽകുകയും നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ റബ്ബിനെ സ്തുതിക്കണ്ടേ? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി ആ ജീവിതം തിരിച്ചു തന്ന ആ റബ്ബിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ ആ ഒരു ദിവസത്തെ നമ്മൾ സ്വീകരിക്കണ്ടേ? അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടെന്ന് പറയുന്നത് സുബഹിയുടെ നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ മടിയുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ചും മഴയും ഒരൽപ്പം തണുപ്പും ഒക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോ പലപ്പോഴും എഴുന്നേൽക്കാൻ മടി, ജമാഅത്തിന് കണ്ടവരെ പോലും കാണാത്ത അവസ്ഥ ഈ കാലാവസ്ഥയിൽ. അത് പാടില്ല. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നിഹി, അങ്ങനെയുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ശൈത്താൻ അവന്റെ ചെവിയിൽ മൂത്രമൊഴിച്ച ആളുകളാണ്. ശൈത്താൻ മൂത്രമൊഴിച്ച് ശൈത്താന് വശംവദരായി അതിൽ അകപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് സുബഹിക്ക് നമസ്കാരത്തിന് എത്താൻ കഴിയാത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭയാനകമായ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഒരു ദൃഢനിശ്ചയം എടുക്കണം. കിടക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാവണം, നാളെ സുബഹിക്ക് കൃത്യമായിട്ട് എനിക്ക് പള്ളിയിലെത്തണം. ഓരോ തീരുമാനങ്ങളാണ്, ദൃഢനിശ്ചയമാണ് നമ്മളെ ഒന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മളുടെ ഓരോ ലക്ഷ്യങ്ങളിലും നമ്മൾ പൂർത്തീകരിക്കുന്ന എങ്ങനെയാ? അത് ദൃഢനിശ്ചയം ചെയ്യുമ്പോഴാണ്. അതിനുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. അതുമാത്രവുമല്ല, സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സമയം പ്രാർത്ഥനകളിൽ മുഴുകാൻ, ദിക്റുകളിൽ മുഴുകാൻ നമുക്ക് കഴിയണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതചര്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയാണത്. സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ അത് ചോദിക്കുമെന്നാണ്, സൂര്യൻ ഉദിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തന്റെ പരിചാരകരോട് ചോദിക്കുമായിരുന്നു എന്നാണ്. അതിനിടയിൽ വരുന്ന ആളുകളോട് സംസാരിക്കാൻ പോലും ചിലപ്പോൾ കൂട്ടാക്കില്ല, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും. അതുവരെയും ദിക്റുകളും ദുആകളും നടത്തുവാനുണ്ടായിരുന്നു. റസൂലുള്ള അങ്ങനെ ഒരു മാതൃക പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാതൃകയിൽ നിലകൊള്ളാൻ ഒരു 10, 15, 20 മിനിറ്റ് സുബഹിക്ക് ശേഷം ആ പ്രഭാതത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് ചിലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നന്ദിയുള്ളവരാണ്? നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹില്ലദീ ഒരു പ്രാർത്ഥനയാണ്. ഒരു സൂര്യൻ ഉദിച്ച് ആ ഒരു മറുപടി ഉദിച്ചു എന്നുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഖാലനാ യൗമനാ ഹാദാ, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. എങ്ങനെ? അഖാലനാ യൗമനാ ഹാദാ,
ഈ ഒരു ദിവസത്തെ ജീവിക്കുവാൻ വേണ്ടി അനുവാദം നൽകി. വലം യുഹ്ലിക്നാ ബിദുനൂബിന, നിന്റെ പിന്നെ ഒരു രൂപത്തിലും ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങളെ നശിപ്പിക്കാതെ, ഒരു തരത്തിലും പാപം ചെയ്തതിന്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കാതെ ഒരു ദിവസം കൂടി, ഒരു പ്രഭാതം കൂടി, ഒരു സൂര്യോദയം കൂടി ഞങ്ങൾക്ക് നൽകിയ റബ്ബേ നിനക്ക് സർവസ്തുതിയും എന്ന് പറയുമായിരുന്നു എന്നാണ്. കാരണം ആ സമയത്തിനൊരു ബർക്കത്തുണ്ട്. പലപ്പോഴും സുബഹിയുടെ സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ ദിക്ർ പോലും ചെല്ലാൻ സമയമില്ലാതെ പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോ പള്ളിയിൽ തന്നെ എന്ത് ചെയ്യും, പുറകോട്ടങ്ങ് മറിയുന്ന ആൾക്കാരുണ്ട്. അതല്ല വേണ്ടത്. അതൊരു ബർക്കത്താക്കപ്പെട്ട സമയമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, അല്ലാഹു എന്റെ ഉമ്മത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഫി ബുകൂരിഹ, അതിന്റെ പ്രഭാതങ്ങളിൽ. അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് ഓരോ ദിവസത്തിന്റെയും പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്നാണ്. അത് നമ്മൾ നമസ്കാരം നിർവഹിച്ച് നമ്മളുടെ ദിക്റുകൾ പൂർത്തീകരിച്ച് നമ്മൾ ബിസിനസ്സുകളിലേക്കും കച്ചവടങ്ങളിലേക്കും ദുനിയാവിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ആ നേരത്തെ ഉള്ള പ്രഭാതത്തിൽ ഇറങ്ങണം എന്നാണ്. അതിനൊക്കെ ഒരു പ്രത്യേക ബർക്കത്തുണ്ട് എന്നാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിന്നെ പല പണ്ഡിതന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ, അദ്ദേഹം തന്റെ നമസ്കാരവും അദ്കാറുകളൊക്കെ കഴിഞ്ഞാൽ ഉടൻ കച്ചവട സംഘങ്ങളുമായിട്ട് പുറപ്പെടുമായിരുന്നതാണ്. ആ ഒരു ബർക്കത്ത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. അത് മാത്രവുമല്ല, മനുഷ്യന്റെ ശരീരത്തില് അവന് ഉന്മേഷവും ശ്രദ്ധയും ഒക്കെ കിട്ടുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഈ ഒരു ഹോർമോണിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ സുബഹിയോടനുബന്ധിച്ച സമയവുമാണ്. 6 മണി ആ സമയം. മനുഷ്യന്റെ ശരീരത്തിൽ ഉന്മേഷവും അതുപോലെ തന്നെ നല്ല ശ്രദ്ധയും ഒക്കെ കിട്ടും. അതാണ് രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള സമയങ്ങളിൽ കിട്ടാത്ത ഒരു ഏകാഗ്രതയും ഒരു കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ ആ സമയത്ത് ബർക്കത്താക്കപ്പെട്ട ഒരു സമയമാണ് എന്നുള്ളതാണ് അതിന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ സമയത്താണ് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണമെന്നും പ്രാർത്ഥനകൾ ചൊല്ലണമെന്നും ദിക്റുകൾ നിർവഹിക്കണമെന്നും ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഫജ്റിലെ ഖുർആൻ എന്നതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് സുബഹി നമസ്കാരമാണ്. സുബഹി നമസ്കാരത്തിൽ ദൈർഘ്യമായി ഖുർആൻ പാരായണം ചെയ്ത് ആ നിർവഹിക്കുന്ന നിർവഹണത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. അത് നാളെ സാക്ഷ്യം വഹിക്കുന്നതാണ്. അത് നാളെ നമ്മൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല തയ്യാറെടുപ്പ് നമ്മളൊക്കെ അതിനുവേണ്ടി നടത്തണം. അത്തരം വിഷയങ്ങളിൽ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ, പാളിച്ചകൾ ഉണ്ടെങ്കിൽ ഒരു അലാറമൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ദൃഢനിശ്ചയത്തോടു കൂടി എന്ത് ചെയ്യണം, നമ്മൾ അതിനെ സ്വീകരിക്കണം. കാരണം മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. ആര് സുബഹി നമസ്കരിക്കുന്നുവോ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ്, റബ്ബിന്റെ കാവലിലാണ്. നമ്മളുടെ ഉത്തരവാദിത്വം പിന്നെ റബ്ബിനാണ്. അത് മാത്രവുമല്ല, ആ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖാല റകഅതാ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് അത് ദുനിയാവിൽ എല്ലാറ്റിനേക്കാളിലും ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ളതിനേക്കാൾ ഏറെ ഏറ്റവും ഖൈറായതാണെന്നാണ്. അത് വീട്ടിൽ നിന്ന് നമസ്കരിച്ചു വരൽ ഏറ്റവും സുന്നത്തിനോട് യോജിക്കുന്നതാണ്. 2 റക്അത്ത് സുബഹിയൊക്കെ നമസ്കരിച്ച് വീട്ടിൽ നിന്നും നടന്ന് പള്ളിയിലേക്ക് വന്ന് ജമാഅത്ത് നമസ്കരിച്ച് അദ്കാറുകളൊക്കെ ചൊല്ലി സൂര്യോദയം വരെ ഇരുന്ന് ഒരല്പസമയം കൂടി ചെലവഴിച്ച് 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ബർക്കത്ത് അത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ്. അള്ളാഹിന്റെ സംരക്ഷണത്തിലായിരിക്കും. ആ സമയത്ത് ചൊല്ലുന്ന ദിക്റുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, വസബ്ബിഹൂഹു അവനെ വാഴ്ത്തണം, ബുക്റതൻ വഅസീലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ആ റബ്ബിനെ വാഴ്ത്തണം എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അദ്കാറുസ് സുബാഹി വൽ മസാ, പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ ഇരുന്ന് ചൊല്ലുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും അങ്ങനെ തുടങ്ങി റസൂലുള്ള പഠിപ്പിച്ച ആ അദ്കാറുകൾ ചൊല്ലുമ്പോ ബിമൻസിലത്തി ദർഅ,
അതൊരു പരിച പോലെയാണ്. വാളും പരിചയമുണ്ടല്ലോ, ആ ഒരു വാളും പരിചയം പോലെയാണ്. കുല്ലമാ സാദ സംകുഹു ലം യതഅസ്സർ സാഹിബുഹു. ഒരു അതിന്റെ കനം, ആ ദിക്റുകളുടെയും ദുആകളുടെയും പ്രാർത്ഥനകളുടെയും കനം അത് എത്രമാത്രം കൂടുന്നുവോ അത് ധരിച്ചവന് ഒരു അപകടവും ഏൽക്കൂല. അവൻ പടച്ചവന്റെ സംരക്ഷണത്തിലായിരിക്കും, ഒരു അപകടവും അവൻ ഉണ്ടാകുകയില്ല. അതുമാത്രവുമല്ല, അതിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം, അൽ ഗദാഉ ഖൂത്തുൻ നഫ്സ്. പ്രഭാതത്തിലെ ദിക്റുകൾ എന്ന് പറയുന്നത് അത് ആത്മാവിന്റെ ആഹാരമാണ്, അതൊരു കോട്ട പോലെയാണ്. ഒരുവൻ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ആത്മീയ ശക്തി പോലും ക്ഷയിച്ചു പോകുമെന്നാണ്. അത്രയ്ക്കും കരുത്തുറ്റ ദുആകളാണ് അത്. ആഖിറം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണം, കാതുകളുടെ, കണ്ണുകളുടെ, അവയവങ്ങളുടെ, നമ്മളുടെ ഉപജീവനത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സമ്പത്തിന്റെ, നമ്മുടെ വീടിന്റെ എല്ലാ സംരക്ഷണവും റബ്ബിനോട് ചോദിക്കുന്ന ആ ഒരു സമയം, ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. നമുക്ക് കഴിയണം. അതൊരു തീരുമാനമാക്കി നമ്മൾ മാറ്റണം. എന്തിന്? സൃഷ്ടിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം ഒരുക്കി തന്ന നമ്മുടെ റബ്ബിനോട് നമ്മൾ തിരിച്ചു ചെയ്യുന്ന ഏറ്റവും നല്ല നന്ദിയുടെ ഭാഗമായി റബ്ബ് ബർക്കത്താക്കി തന്ന ആ സമയത്തെ നമ്മൾ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി ഒരു തീരുമാനം, സുബഹിക്ക് ശേഷമുള്ള സമയം ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കും എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. എന്ത് പ്രതിബന്ധം വന്നാലും, ഒരാൾ വിളിച്ചാലും എനിക്ക് 10 മിനിറ്റ് എന്റെ ദുആയുടെ സമയമാണ്, അത് കഴിഞ്ഞേ എനിക്ക് വരാൻ പറ്റൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ബാക്കിയുള്ള എത്രയോ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ആര് വിളിച്ചാലും ആ സമയത്ത് ഞാൻ ഇന്ന പണിയിലായിരിക്കും, ആ സമയത്ത് ഞാൻ ഓഫീസിലായിരിക്കും, ആ സമയത്ത് ഞാൻ വാഹനത്തിലായിരിക്കും, എനിക്ക് പറ്റില്ല, കുറച്ച് സമയം കഴിഞ്ഞു വരൂ, വിളിക്കൂ എന്ന് പറയാൻ നമുക്ക് എത്രയോ ഉദറുകൾ നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ കാണാറുണ്ട്. ആഖിറത്തിന്റെ വിഷയത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി, 10 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ പറയാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിൽ നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഉടനെ എഴുന്നേറ്റ് പോകുന്ന ഒരു സിസ്റ്റം അല്ല. അത് മാത്രമല്ല, അർത്ഥമറിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചൊല്ലണം. അർത്ഥമറിഞ്ഞ് ചൊല്ലണം. അതിന് ഒരുപാട് നേട്ടമുണ്ട്, പ്രത്യേകതകളുണ്ട്. ചൊല്ലുന്നതിനൊരു ആവേശമുണ്ടാകും. ആ ചൊല്ലിയതിന്റെ പ്രതിഫലം എന്താണെന്ന് നമുക്ക് ബോധ്യമാവും. അത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നമുക്ക് അറിയാത്ത പ്രാർത്ഥനകളാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ജമീൽ എന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ അതിന്റെ വലത്തെ അറ്റം താഴെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ പ്രാർത്ഥനകളും, അദ്കാറുകളും, ദിക്റുകളും, ദുആകളും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രഭാതത്തിൽ ചൊല്ലേണ്ട 20ഓളം പ്രാർത്ഥനകൾ, വൈകിട്ട് ചൊല്ലേണ്ടത്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാൻ കിട്ടും. അതല്ലെങ്കിൽ ഹസ്നുൽ മുസ്ലിം പോലെയുള്ള പുസ്തകങ്ങളുണ്ട്, ലഘു പുസ്തകങ്ങളുണ്ട്, മൊബൈൽ ആപ്പുകളുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നന്മയെ നമ്മൾ സ്വീകരിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കണം. അള്ളാഹു ബർക്കത്ത് നൽകുന്ന, അനുഗ്രഹം നൽകുന്ന നമ്മളെ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ അള്ളാന്റെ സംരക്ഷണത്തിലായിരിക്കും. അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും റബ്ബ്. അത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം റബ്ബ് സംരക്ഷിക്കാൻ ഇത് കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ തുടർത്തുവാനും നിലനിർത്തുവാനും അതുവഴി അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന സൗഭാഗ്യത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിന്റെ ചില പ്രത്യേകതകളും അവിടെ നമ്മൾ എങ്ങനെ അതിനെ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞത്. അതിൽ മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് ഈ പ്രഭാതത്തിന്റെ അല്ലെങ്കിൽ ഓരോ ദിവസത്തിന്റെയും പൊട്ടിവിടരുന്ന ആ സമയത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് യബ്ന ആദം അന ഖൽഖുൻ ജദീദ്. പൊട്ടിവിടരുന്ന പ്രഭാതം നമ്മളോട് പറയാതെ പറയുന്നുണ്ട്, പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ധ്വനി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. എന്ത്? അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയായി നിന്റെ മുമ്പിൽ പൊട്ടിവിടർന്നിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതമായി നിന്റെ മുമ്പിൽ ഞാൻ പൊട്ടിവിടർന്നിരിക്കുകയാണ്. വഅലാ അമലിക ഷഹീദ്,
നിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഞാൻ സാക്ഷിയാണ്. നീ നല്ലത് ചെയ്താലും ശരി, നീ മോശം പ്രവൃത്തി ചെയ്താലും ശരി, എവിടെ വെച്ച് എങ്ങനെ ചെയ്താലും ശരി, അതിനെല്ലാം ഭൂമിയാകുന്ന ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫതസവ്വദ് മിന്നി, എന്നിൽ നിന്നും നീ പാഥേയം സ്വീകരിക്കുക, പൊതിച്ചോറ് എന്നിൽ നിന്നും നീ സ്വീകരിക്കുക. എവിടേക്കുള്ള യാത്രയ്ക്ക്? പരലോകത്തേക്കുള്ള നിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ യാത്ര എളുപ്പമാകാനുള്ള പൊതിച്ചോറ് നീ ദുനിയാവാകുന്ന, ഭൂമിയാകുന്ന, നിന്റെ മുന്നിൽ ഇന്ന് പൊട്ടിവിടർന്നിരിക്കുന്ന ഈ പ്രഭാതമാകുന്ന എന്നിൽ നിന്നും നീ സ്വീകരിച്ചു കൊള്ളുക. അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ അതൊരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. ഓരോ പ്രഭാതവും പൊട്ടിവിടർന്ന് അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, ഇന്നി മദയിത്തു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ കഴിഞ്ഞു പോയാൽ പിന്നെ നിനക്ക് തിരിച്ചു കിട്ടൂല. ദിവസമാകുന്ന ഞാൻ കൊഴിഞ്ഞു പോയാൽ പിന്നെ ഞാൻ മടങ്ങി വരൂല. അതുകൊണ്ട് വേണമെങ്കിൽ നീ ഉപയോഗപ്പെടുത്തിക്കോ, സ്വീകരിച്ചോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓരോ ദിവസവും തുടങ്ങുമ്പോ കടിച്ചു കീറി, ദേഷ്യപ്പെട്ട്, ചീത്ത വിളിച്ച് അങ്ങനെ ഒരു പ്രഭാതമായി നമ്മൾ തുടങ്ങരുത്. നല്ല സന്തോഷത്തോടു കൂടിയും പുഞ്ചിരിയോടുകൂടിയും സലാം പറഞ്ഞുകൊണ്ടും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രഭാതമായി നമ്മുടെ പ്രഭാതം മാറണം. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അത് മാത്രവുമല്ല, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ദിവസവും 2 മലക്കുകൾ രാവിലെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഒരു ദാസൻ അവൻ പ്രഭാതത്തിലാകുന്ന ഒരു ദിവസവുമില്ല 2 മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഫയഖൂലു അഹദുഹുമാ, അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ എന്നാണ്. അല്ലാഹുവേ ഒരു മലക്ക് പ്രാർത്ഥിക്കുകയാണ്, ദാനം ചെയ്യുന്നവന് വേണ്ടി നീ അവന് പകരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ ആ ദാനം ചെയ്യുന്ന വ്യക്തിക്ക് പടച്ചവനെ നീ അവന് പകരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്ന്. മലക്കിന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് എപ്പോഴും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലായികത്തിന്റെ അതിൽപ്പെട്ട ഒരാളുടെ പ്രാർത്ഥനയാണ്. ആ ദാനധർമ്മം നമുക്ക് നിർവഹിക്കാൻ കഴിയണം. ഒരു ബോക്സ്, ഇപ്പം നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥാപനത്തിന്റെ ബോക്സ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 1 രൂപയെങ്കിലും, ഒരുപാട് വലിയ നോട്ട് കെട്ടുകൾ വാരിയിടണമെന്നല്ല, 1 രൂപയെങ്കിലും ആ ബോക്സിലേക്ക് ഈ ഒരു നിയത്തോടു കൂടി, മലക്കിന്റെ പ്രാർത്ഥന കിട്ടണമെന്ന നിയത്തോടു കൂടി നമ്മുടെ മക്കളുടെ കയ്യിലും കുറച്ച് തുട്ടുകൾ കൊടുത്ത് നമ്മളും അതിലേക്കൊന്ന് നിക്ഷേപിക്കുക. ഒരു 5 രൂപയുടെ കോയിനായാലും മതി, അല്ലെങ്കിൽ ഒരു 10 രൂപയായാലും മതി. നമ്മൾ ആ കോയിലേക്ക് നിക്ഷേപിക്കുക. മലക്കിന്റെ പ്രാർത്ഥന രാവിലെ കിട്ടൂലേ? എന്തൊരു ശക്തിയുള്ള പ്രാർത്ഥനയായിരിക്കും അത്! ഒരു തള്ളപ്പെടാത്ത പ്രാർത്ഥനയായിരിക്കുമല്ലോ അത്. അങ്ങനെ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നു മുതൽ ഒരു സ്വതക്ക ബോക്സ് നമ്മുടെ വീട്ടിൽ ഒന്ന് സെറ്റ് ചെയ്യുക. അവിടേക്ക് ചെറിയ നാണയത്തൊട്ടുകൾ നമ്മൾ ഇടുക. അതൊരു മാസമാകുമ്പോൾ എടുക്കുക. അത് എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടേക്ക് കൊടുക്കുക. അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയൊരു പാഠമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 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 നന്മ നമ്മൾ ചെയ്യണം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മാതൃക ചരിത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പുകാരനായിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ ആരാണ്? അല്ലെങ്കിൽ പ്രഭാതത്തിൽ വന്നതാരാണ്? നോമ്പുകാരനായിട്ട്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ അത്അമൽ യൗമ മിസ്കീന, ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്താരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ ഷഹിദ മിൻകുമുൽ യൗമ ജനാസ, ഒരു ജനാസ ഇന്ന് സന്ദർശിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച ആരാണെന്നുള്ളത് അതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരിയ, ഒരു രോഗി ഇന്ന് ആരാണ് സംരക്ഷിച്ചത്? അവിടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോ ഒരു പ്രഭാതത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പെട്ട 4 മേഖലകളാണ്. എത്ര നന്മയിലൂടെ സഞ്ചരിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ നന്മകൾ നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ നമ്മളുടെ സ്ഥാനം എങ്ങനെയാണ്? നമ്മൾ എവിടെയാണുള്ളത്? ദുനിയാവിന്റെ പിറകെ ഓടി ഇല്ലാതായി അവസാനം ക്ഷീണിച്ച് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ കൈമലർത്തി നിലവിളിക്കേണ്ട അവസ്ഥയിലാണോ നമ്മളുള്ളത്? അതല്ല, എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു മരണത്തിന്റെ ഒരു ഫ്ലെക്സ് നിങ്ങൾ ഇവിടെ കണ്ടു. 39 വയസ്സുള്ള ഒരു സഹോദരിയുടെ ഫ്ലെക്സ് ആണ്. ഓരോരുത്തർ ഇങ്ങനെ. അപ്പൊ നമ്മുടെ പ്രായമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോവുകയാണ്, നമ്മുടെ പ്രായത്തിലുള്ള ഒരാൾ മരിച്ചിരിക്കുകയാണ്, നമ്മളോ നമുക്കൊരു പ്രഭാതം കൂടെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ്?
അവിടെയാണ് നമ്മൾ ഓരോ നിമിഷങ്ങളും നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നല്ലതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രഭാതങ്ങളായി നമ്മുടെ പ്രഭാതങ്ങൾ മാറണം. റിസ്കിന് വേണ്ടി ഇറങ്ങുക, പ്രഭാതത്തിൽ തടഞ്ഞിരിക്കുകയല്ല, മടിച്ചിരിക്കുകയല്ല. നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നമസ്കാരമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോ, നിങ്ങൾ വ്യാപൃതരായിക്കോ, നിങ്ങളുടെ റിസ്ക് തേടിക്കൊണ്ട് നിങ്ങൾ പോയിക്കോ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, സ്മരിക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല നിയത്തോടു കൂടി ഇതെന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇബാദത്താണ് ഇറങ്ങി പുറപ്പെടുന്നത്. അതും ആരാധന തന്നെയാണ്. ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി പുറക്കുന്ന ഇബാദത്താണ്. കുടുംബത്തിന് വേണ്ടി, അവരുടെ ഉപജീവനത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവർ, അതിനെല്ലാം നമുക്ക് പുണ്യമുണ്ട്. ആ ഇറങ്ങുന്ന മണിക്കൂറുകൾക്ക് നമുക്ക് പ്രതിഫലമുണ്ട്, മിനിറ്റുകൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം. പക്ഷെ അതിന് നിയത്ത് വേണം. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് റബ്ബേ എന്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ ഉപജീവനത്തിന് ഇറങ്ങുന്നതും നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്കാറുകൾ ചൊല്ലിയിട്ട് ഞാൻ ഇറങ്ങുന്നതും ഒക്കെ എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന ഉറച്ച നിയത്തില്ലെങ്കിൽ അതൊക്കെ അവിടെ വേസ്റ്റായി. നല്ല നിയത്തോടു കൂടി ഓരോ പ്രഭാതത്തെ സ്വീകരിക്കുക. ആ ഓരോ പ്രഭാതത്തെയും നമ്മൾ ഈ പറഞ്ഞ മാതൃകയിൽ നമ്മുടെ പ്രഭാതത്തെ നമ്മൾ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ നന്മകൾ മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദുആ വസിയത്തുണ്ട്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ കാലിന്റെ ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ട്, നേരത്തെ ഉണ്ടായ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് അത് കുറച്ച് പ്രയാസമായി മാറുകയും അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആത്മാർത്ഥമായി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പ്രയാസം നീങ്ങിക്കിട്ടുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കട്ടെ. പൂർണ്ണമായ ആരോഗ്യവും ശിഫയും പഴയ ഒരു ആരോഗ്യ അവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഒരുപാട് രോഗികളായി കിടക്കുന്ന നമ്മൾപ്പെട്ട ആളുകളുണ്ട്, നമ്മൾ തന്നെ ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അള്ളാഹു നീക്കി ആരോഗ്യവും ആഫിയത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണമേ റഹ്മാനെ. അള്ളാഹു അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു നീ നൽകുന്ന സമയങ്ങൾ, വിലപ്പെട്ട ആ നിമിഷങ്ങളെ നിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ അതിനുള്ള ഒരു മനസ്സ്, ഒരു ആഗ്രഹം, ഒരു ചിന്ത നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെട്ട് യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവപ്പെട്ട് സ്വന്തം വീടും നാടും ഭവനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് വസ്ത്രങ്ങളില്ലാതെ ഭക്ഷണങ്ങളില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ റബ്ബേ, അവർക്ക് നീ സമാധാനവും നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗങ്ങളിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ, ഞങ്ങളുടെ സമ്പത്തിൽ നീ എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഖിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.